ചാർജ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ ബോഡിയെ തൊട്ടാൽ ഷോക്ക് അടിക്കും. വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓണാകത്തില്ല, കംപ്ലീറ്റ്ലി ഡെഡായി. ഡോറ് തുറക്കാൻ പറ്റിയല്ല, ലൈറ്റുകളില്ല, ഒന്നുമില്ല. കഞ്ഞി വയ്ക്കാനുള്ള അരി മേടിക്കാൻ പോയത് അവർ തവണ. പിന്നെ വേറെ ആളെ വിട്ട് അരി മേടിപ്പിക്കേണ്ടി വന്നു. ആദ്യമൊക്കെ അവർ വിളിച്ചാൽ വരുമായിരുന്നു, ഇപ്പോൾ അവർ വരത്തുമില്ല. 10 ലക്ഷം രൂപ മുടക്കിയിട്ട് വണ്ടി വെറുതെ ഷെഡിൽ കിടക്കുക. 10 ലക്ഷം രൂപ മുടക്കി ഒരു ഇലക്ട്രിക് കാറ് വാങ്ങിയതോടെ ആകെ വെട്ടിലായിരിക്കുകയാണ് ഒരു പാലാ സ്വദേശി. പാലാ മൂന്നാനി സ്വദേശിയും കരുണ ആയുർവേദ ആശുപത്രിയുടെ ഡയറക്ടറുമായ ഡോക്ടർ സതീഷ് ബാബുവാണ് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹം തന്നെ പറയും. ഒരു വർഷം മുമ്പാണ് ഞാൻ ഈ MG കമ്പനിയുടെ കോമറ്റ് എന്ന് പറയുന്ന ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിച്ചത്. അത് വാങ്ങിയിട്ടിപ്പോൾ ഒരു വർഷമാകില്ലാണ്ട് 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വന്ന അന്ന് മുതൽ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഓരോ സിഗ്നൽസ് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കമ്പനി വിളിച്ചു തുടങ്ങി, സിഗ്നൽ കാണിക്കുക. അപ്പോൾ സെൻസറല്ലേ, ഹൈലി സെൻസിറ്റീവാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ എറർ വന്നാൽ അങ്ങനെ കാണിക്കും, അത് കുഴപ്പമില്ല, ഓടിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അത് കൂടുതൽ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വണ്ടി നിർബന്ധമായിട്ടും അവിടെ കൊടുത്തു. അവരെല്ലാം ക്ലിയർ ചെയ്ത് തന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഇത് തന്നെ പ്രശ്നങ്ങൾ. ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ സൈഡാണ്. നമ്മൾ ചാർജ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ ബോഡിയെ തൊട്ടാൽ ഷോക്ക് അടിക്കും, അതിന് ഷോക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ തെളിയത്തില്ല. 2 ഡിസ്പ്ലേ ബോർഡുള്ള, അതിൽ ഒരെണ്ണം മിക്കവാറും ഓഫായിരിക്കും, ഒരെണ്ണം ഓണായിരിക്കും. അതിൽ തന്നെ സിഗ്നലുകൾ, വാർണിംഗ് ലൈറ്റുകൾ പലതും മാറി കത്തിക്കൊണ്ടിരിക്കും. ചിലത് തന്നെ കെട്ടുപോകും, ചിലത് തന്നെ കത്തും. അങ്ങനെ എന്തൊക്കെയോ ഇലക്ട്രിക്കലായിട്ടുള്ള ഡിഫക്റ്റാണ് ഈ വണ്ടിക്കുള്ളത്. കഴിഞ്ഞ മാർച്ചിൽ മുതൽ ഞാൻ കമ്പനി നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 തവണ കൊടുത്തതാണ്. അവർ വന്നെടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ഈ കംപ്ലയിൻറ്റ് പരിഹരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ ഷോറൂമിലുള്ള ആൾക്കാരുടെ വൈദഗ്ധ്യക്കുറവാണ് ഇതിൻ്റെ കാരണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും. അവരെന്തെങ്കിലും തട്ടാമുട്ട് ന്യായം പറഞ്ഞ് നമ്മളെ ഒഴിവാക്കുക എന്നുള്ള രീതിയാണ് കാണുന്നത്. പലതവണയും നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ ടൗണിൽ പോയി, അല്ലെങ്കിൽ മുടി വെട്ടിക്കാൻ, അല്ലെങ്കിൽ ബാങ്കിൽ പോയി, ATM പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ വണ്ടി ഓണാകത്തില്ല. വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓണാകത്തില്ല, കംപ്ലീറ്റ്ലി ഡെഡായി. ഡോറ് തുറക്കാൻ പറ്റിയല്ല, ലൈറ്റുകളില്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ കമ്പനിയിൽ അവരുടെ ടോൾ ഫ്രീ നമ്പർ വിളിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഒരു 3 മണിക്കൂറെങ്കിലും കഴിയുമ്പോൾ ലോക്കൽ എന്നുള്ള ഒരാൾ വന്നിട്ട് ഇത് കറക്റ്റ് ചെയ്ത് തരും. വണ്ടിയുടെ ബോണറ്റ് തുറന്നു വേറെന്തോ വയറൊക്കെ അഴിക്കുകയോ മുറുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി ഓടിക്കാം, പിന്നെ കുഴപ്പമില്ല. ഈ 2-3 മണിക്കൂർ റോഡിൽ കാത്തു നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. നമ്മൾ വഴി കിടക്കാതെ മാർഗ്ഗമില്ല. പലതവണ ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി വയ്ക്കാനുള്ള അരി മേടിക്കാൻ പോയത് ഒരു തവണ. പിന്നെ വേറെ ആളെ വിട്ട് അരി മേടിപ്പിക്കേണ്ടി വന്നു, അത്താഴത്തുള്ള അരി. ആ രീതിയിൽ പലതവണ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമൊക്കെ അവർ വിളിച്ചാൽ വരുമായിരുന്നു, ഇപ്പോൾ അവർ വരത്തുമില്ല. വിളിച്ചാൽ അവർ വരില്ല. കഴിഞ്ഞ മാസം 22, 24, 29 3 ദിവസം വഴി കിടന്നു. 3 ദിവസം അവർ വന്നിട്ടില്ല. പിന്നീട് നമ്മൾ ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു മാസം വെച്ചായിട്ട് ഞാൻ ചെയ്യാറുള്ളത്, നമ്മൾ താക്കോൽ അതിനകത്ത് വെച്ചേക്കും, വണ്ടി ഓഫ് ചെയ്യത്തില്ല. ഓഫ് ചെയ്താൽ പോയി, അതുകൊണ്ട് ഓഫ് ചെയ്യാതെ കൊണ്ടു നടക്കുക. ഇപ്പം ചാർജിങ് യൂണിറ്റ് കംപ്ലീറ്റ് പോയി, ചാർജിങ് യൂണിറ്റ് വർക്ക് ചെയ്യുന്നേ ഇല്ല, അത് കംപ്ലൈൻ്റ് ആയി. അത് ആദ്യം കൊണ്ടുവന്ന അന്നും പോലെ കംപ്ലൈൻ്റ് ആണ്. നിരവധി തകരാറുകളാണ് താങ്കളിപ്പോൾ പറഞ്ഞത്. അതായത് ചാർജിങ്ങിന് ഇടുന്ന സമയത്ത് ബോഡിയിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്നു. അതുപോലെ തന്നെ എവിടെയെങ്കിലും പുറത്ത് പോകുന്ന സമയത്ത് വണ്ടി ലോക്ക് ചെയ്തിട്ട് നമ്മൾ പോയാൽ തിരികെ എത്തിയാൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ചാർജിങ് യൂണിറ്റ് പോയി. ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഷോറൂമിനോ അല്ലെങ്കിൽ കമ്പനിക്കോ പരാതികൾ നൽകിയിരുന്നില്ലേ? നിരവധി തവണ പരാതി അറിഞ്ഞു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ആരും ഈ വഴിക്ക് വരുന്ന പോലുമില്ല. അവരങ്ങ് ഒരുമാതിരി ഉപേക്ഷിച്ച മാതിരി നമ്മളെ നെഗ്ലക്റ്റ് ചെയ്യാണ്. അതിനകത്ത് ഏറ്റവും നമുക്ക് മനപ്രയാസം ഉണ്ടാകുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, വണ്ടിയെ സംബന്ധിച്ച് നമുക്ക് വേറെ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. എൻ്റെ ഉപയോഗത്തിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. എനിക്ക് ഓടിച്ചുകൊണ്ട് നടക്കാം. ടൗണിൽ പാർക്കിംഗ്, വളരെ ചെറിയ പാർക്കിംഗ് ഏരിയ മതി, നമുക്ക് പാർക്ക് ചെയ്യാം. സാധനങ്ങൾ ആ സീറ്റ് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഡിക്കി നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെല്ലാം കംഫർട്ടബിളാണ്. പക്ഷേ ഈ നെഗ്ലിജൻസാണ്. ആ കമ്പനിക്ക് ഇങ്ങനെ പേര് ദോഷം നമ്മൾ മാത്രം ഉണ്ടാകുന്നല്ലോ എന്ന് പോലും ചിലപ്പോൾ ചിന്തിച്ചു പോവുക. നമ്മളിലെ കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് പരിഹാരം ഉണ്ടാകണ്ടേ? ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കമ്പനിക്ക് മെയിൽ അയച്ചായിരുന്നു. അവരുടെ ഒരു പ്രതികരണം എന്താണ്? കമ്പനിക്ക് നമ്മൾ അയച്ചു. ഇപ്പോൾ ലീഗൽ നോട്ടീസും അയച്ചല്ലോ, അവർ കൈപ്പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-15 ദിവസമായിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. ഇതുവരെ ഒരു റെസ്പോൺസും ഇല്ല. ഡീലർക്കും കമ്പനിക്കും ലീഗൽ നോട്ടീസ് അയച്ചു. 2 കൂട്ടർക്കും അയച്ചു, 2 പേരും കൈപ്പറ്റിയിട്ടുമുണ്ട്. 9 ലക്ഷം രൂപയുടെ അടുത്ത് വണ്ടി വിലയുണ്ട്. പിന്നെ ഓൺ ദ റോഡ് ആയതുകൊണ്ട് 10 രൂപയുടെ അടുത്തായിട്ടുണ്ട്. ഇതൊന്ന് കൊണ്ടു കിടക്കാൻ പറ്റണ്ടേ? ഇപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് ഓടിയിരിക്കുന്ന 3000 കിലോമീറ്റർ ഓടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ആദ്യം കുറച്ച് ഓടിയതേ ഉള്ളൂ. അല്ല, നമുക്ക് ധൈര്യമായിട്ട് വണ്ടി കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ കമ്പനി നാളെ വിടുമായിരുന്നു. ആ ആളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് ഞാനിപ്പോൾ വിളിക്കുക. അയാൾ പാലക്കാരൻ തന്നെയാണ്, രഞ്ജിത്ത്. അയാൾ വന്നിട്ട് ചെയ്തു തരും. അപ്പോൾ അയാളും പറയുന്നത് ഇതിങ്ങനെ ചെയ്യാവുന്ന ചെറിയ കംപ്ലയിൻ്റ് അല്ല ഡോക്ടർ, ഇത് കമ്പനിക്ക് കംപ്ലയിൻറ്റ് കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കംപ്ലയിൻറ്റ് അയച്ചു. പക്ഷെ അവർ പറയുന്നത് ലേഗ്രാൻഡ് എന്ന് പറയുന്നത്, എൻ്റെ ഇലക്ട്രിക്കൽ ചാർജിങ് യൂണിറ്റ് ലേഗ്രാൻഡ് എന്ന് പറയുന്ന കമ്പനിയാണ്, അവരോട് പറയാനാണ് പറയുന്നത്. നമ്മളെങ്ങനെ അവരോട് പറയുന്നത്? നമ്മൾ കമ്പനിയിൽ നിന്നല്ലേ വണ്ടി വാങ്ങിച്ച MG എന്നല്ലേ? അപ്പോൾ അവരോടെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവർക്ക് ഉത്തരവാദിത്വമില്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമ്മളൊരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് വണ്ടി എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്യുക അവരോടെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ.
അങ്ങനെ പറഞ്ഞിട്ട് ഇതുവരെ ഒരു നീക്കമില്ല. മാർച്ച് മാസം മുതൽ, ഇതിപ്പോൾ ഇന്ന് നാളെ നവംബർ 1-ാം തീയതി ആകില്ലേ, മാർച്ച് മാസം മുതലേ ഞാൻ വിളിച്ച് പറയുന്നതാണ്. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ യൂണിറ്റ് ഡെഡായിട്ട് അവിടെ ഇരിപ്പുണ്ട്, വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഷെഡിലും കിടപ്പുണ്ട്. ഇനിയിപ്പോൾ എന്താണ്, ലീഗൽ നോട്ടീസ് അയച്ചു, അതിന് മറുപടികളില്ല, പരാതികൾക്കൊന്നും പരിഹാരം ആവുന്നില്ല. ഇനി എന്താണ് അടുത്ത തീരുമാനം, എന്താണ് നടപടി, എന്താണ്? നമ്മൾ കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കാന്നുള്ളൂ. കൺസ്യൂമർ കേസ് ഫയൽ ചെയ്യാം. കാരണം ഈ അനുഭവം എനിക്ക് വന്നതുകൊണ്ട് വേറൊരാൾക്ക് വരാതെയും കൂടെ നോക്കണ്ടേ. ഒരു കാര്യമല്ല, അവർക്ക് അതൊന്നും വന്ന് റെക്ടിഫൈ ചെയ്ത് തന്നാൽ തീരാനുള്ള പ്രശ്നമുള്ളൂ. എന്താണെന്നറിയില്ല, അവരാരും വരുന്നുമില്ല, അന്വേഷിക്കുന്നുമില്ല. അതെ, 10 ലക്ഷം രൂപ മുടക്കിയിട്ട് വണ്ടി വെറുതെ ഷെഡിൽ കിടക്കുക. ഒന്നിൽ നമുക്ക് വണ്ടി മാറിത്തരണം, അല്ലെങ്കിൽ ചെറിയ കാര്യമുള്ളതൊക്കെ അത് പരിഹരിച്ച് തരണം. മിനിമം ഡിമാൻഡ് നമുക്കുള്ളൂ. അതൊരു പരിഹരിച്ച് തന്നാലും മതി, അതാണ് നമ്മുടെ ആവശ്യം. അതെ, അതാണ്. എനിക്ക് വണ്ടി ഓടിക്കാൻ പാകത്തിനാക്കി തരണം. അതല്ലെങ്കിൽ വാഹനം മാറി തരണം. ഇനിയിപ്പോൾ ഈ പല കംപ്ലയിൻറ്റ്സ് കേൾക്കുന്നുണ്ടല്ലോ, കമ്പനിയുടെ ഭാഗത്തുള്ള ഡിഫക്റ്റുകൾ, മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ. ഇനി അങ്ങനെ വല്ലതും ആണെങ്കിൽ ടോട്ടലി എനിക്ക് മാറ്റി തന്നേ മതിയാവും. അപ്പോൾ അത് അറ്റം വരെ നമ്മൾ നിയമയുദ്ധത്തിന് തയ്യാറായിട്ടാണ്. ഞാനിപ്പോൾ വണ്ടി വൈഫിൻ്റെ പേരിലായിരുന്നു വാങ്ങിയിരുന്നത്, ഇപ്പോൾ എൻ്റെ പേരിലേക്ക് മാറ്റി. കാരണം ഈ കോടതി കാര്യങ്ങളൊക്കെ പോകേണ്ടി വരുന്നതുകൊണ്ട് അത് നമ്മൾ എൻ്റെ പേരിലേക്ക് തന്നെ ആക്കി. ഞാൻ നിയമയുദ്ധത്തിന് തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ്. ഈ വാഹനത്തിൻ്റെ പല വിധത്തിലുള്ള തകരാറുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പലതവണ ഡീലർക്കും കമ്പനിക്കുമൊക്കെ പരാതികൾ നൽകിയതാണ്. പക്ഷേ ആ പരാതിയിന്മേലൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഡീലർക്കും കമ്പനിക്കും ലീഗൽ നോട്ടീസുകൾ അയച്ചത്. ആ ലീഗൽ നോട്ടീസുകൾ അവർ കൈപ്പറ്റിയെങ്കിലും മറുപടികൾ ലഭിച്ചിട്ടില്ല എന്ന് ഇദ്ദേഹം പറയുന്നു. ഇനി കൺസ്യൂമർ കോർട്ടിൽ ഇത് സംബന്ധിച്ച പരാതി നൽകാനാണ് ഡോക്ടർ സതീഷ് ബാബുവിൻ്റെ തീരുമാനം. കോട്ടയം പാലായിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.